राजन सक्रिया, सर्किल इंस्पेक्टर. Oh, इसकी चीज बड़ी कमाल की है. I know. ഇത് എവിടെയെങ്കിലും കൂടെ കാണാം. നോക്കാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത്രത്തോളം കണ്ടത് കസബ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ രംഗങ്ങളാണ്. ഇത് മാത്രമല്ല, ഇനിയും അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് രംഗങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഒരു പക്ക നമ്മുടെ നാട്ടിലെ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ വെച്ചിട്ട് മോഹൻലാലിനെ വെച്ചിട്ടൊക്കെ ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പക്ക കമേഴ്ഷ്യൽ സിനിമ എന്നൊക്കെ പറയേണ്ടി വരും. പോലീസുകാരായാലും ഇനിയിപ്പോൾ നാട്ടുകാരായാലും സ്ത്രീ ആയാലും മന്ത്രി ആയാലും അവരോടൊക്കെ തെറി പറയുന്ന ഒരു പോലീസ്, എല്ലാറ്റിനും എതിർക്കുന്ന ഒരു മാസ് പോലീസ്, അങ്ങനത്തെ ഒരു നായക കഥാപാത്രം ബിൽഡ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ചാരുകസേരയിൽ കുത്തിരിക്കുക, മുണ്ടെടുക്കുക, അത് മടക്കി കുത്തുക, മീശ പിരിക്കുക എന്ന് പറയുന്ന ലാലേട്ടൻ ഉണ്ടാക്കപ്പെട്ട പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടിയിട്ട് ഡയലോഗുകളും ഒക്കെ വെച്ചിട്ട് ഒരു സിനിമ എടുക്കുക, അതിൽ മമ്മൂട്ടി നായകനാകുക എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രാക്ഷസ രാജാവ്, അങ്ങനെ കുറെ സിനിമകളുണ്ട്. അതിലത്തെ ഒന്ന് തന്നെയാണ് ഈ കസബ എന്ന് പറഞ്ഞ ഒരു സിനിമയും. കസബ സിനിമ ഇറങ്ങിയതിന് ശേഷമായിരുന്നു കേരളത്തിൽ ഗംഭീരമായിട്ട് മമ്മൂട്ടിക്കെതിരെയും അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കെതിരൊക്കെ ഒരു വലിയ പ്രക്ഷോഭമൊക്കെ നടന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംസാരത്തിനിടയ്ക്ക് പാർവതിയും ഒപ്പം തന്നെ നമ്മുടെ ഗീതു മോഹൻദാസ് ഒക്കെയുള്ള റിമാ കലിംഗലൊക്കെയുള്ള ഒരു സദസ്സിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും മമ്മൂട്ടിയൊക്കെ ഇത്തരത്തിലുള്ള മോശമായ സിനിമകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന വർത്തമാനമൊക്കെ പറഞ്ഞത്. അന്ന് പാർവതി തിരുവാത്താണെന്ന് സംസാരിച്ചു കേട്ടോ. പാർവതി തിരുവാത്ത് സംസാരിച്ചുന്ന സമയത്താണ് നമ്മുടെ ഗീതു മോഹൻദാസ് പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞോളൂ, ആ സിനിമയുടെ പേര് പറയാതെ ഗീതു മോഹൻദാസ് സംസാരിച്ചുകൊണ്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പേര് പറയിപ്പിച്ചു എന്നതാണ്. കേട്ടിട്ടില്ല? നമുക്കൊന്ന് കാണാം. I would not like to say major hit ആയിരുന്നു എന്ന്. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba. You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of Kasaba. അതായത് ആ ഒരു സിനിമയില് വളരെ മോശമായ രീതിയിലാണ് മമ്മൂട്ടി അഭിനയിച്ചത്. മോശമായ രീതിയിൽ അതൊരു മോശമായ സിനിമയാണ്. അതിൽ സ്ത്രീകളൊക്കെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അവരതിനെ എതിർത്തത്. അപ്പൊ അവരാ പേര് പറയാതെ അങ്ങോട്ട് ലൈറ്റായിട്ട് ആ ഒരു പ്രസംഗത്തെ കൊണ്ടുപോകുമ്പോൾ സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചത് ഗീതു മോഹൻദാസാണ്. ഇതേ ഗീതു മോഹൻദാസാണ് ഇപ്പോഴത്തെ ടോക്സിക് എന്ന് പറയുന്ന സിനിമ എടുക്കുന്നു. അതിലത്തെ രംഗം ബോംബ് പൊട്ടിക്കാൻ അപ്പുറത്ത് ബോംബ് പൊട്ടിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഒരു സെക്സ് ആക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. സെക്സ് ഇന്റർകോഴ്സിലെ പെനിസിനെ കുറിച്ചിട്ടോ വെജനെ കുറിച്ചിട്ടോ ഒന്നും അതിൽ കാണിക്കുന്നില്ല. പക്ഷെ അതിന് പകരമായിട്ട് ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉപകരണം ഒരു കുഴിയിലേക്ക്, ഒരു തുളയിലേക്ക് മെല്ലെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു, പൊന്തിപ്പോകുന്ന കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് ഗീതു മോഹൻദാസിന് എന്താ പറയാനുള്ളതെന്ന് അറിയണ്ടേ? കണ്ടുനോക്കൂ. Gangster genre with a female gaze. How about that? എങ്ങനെയുണ്ട്? അപ്പൊ ഇതിലിപ്പോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സൈറ്റ് എന്ന് പറഞ്ഞ് ഗിയർ കയറ്റി വിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവർ സ്ത്രീ വിരുദ്ധയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി എന്നതാണ്. ഗീതു മോഹൻദാസിനെതിരെ കസബ സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ എന്നുള്ളതാണ്. അതായത് ഇവരെ സിനിമ വന്ന സമയത്ത് ഇവർക്ക് ഇതൊന്നുമില്ല. ഇവിടെയുള്ള കുറച്ച് ആണുങ്ങളൊക്കെ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുള്ള് സ്ത്രീ വിരുദ്ധതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. എന്തായാലും ഗീതു മോഹൻദാസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ടോക്സിക്കിലെ ചില രംഗങ്ങൾ അത് ഇങ്ങനെയാണ് കേട്ടോ. ചേടാ ഇതല്ല, ഞാൻ നോക്കട്ടെ. ഒരു രംഗം ഉണ്ടായിരുന്നു, അതിൻ്റെ മിസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലുണ്ടാവണല്ലോ. ഇല്ല, മിസ്സായിട്ടില്ല. നോക്കൂ, അതിങ്ങനെ ഇറങ്ങും കൊണ്ടുപോയൊക്കെ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ?
അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾക്കൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി സിനിമയും മറ്റും കാണുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് അതെന്താ മനസ്സിലാവും. അപ്പൊ ഇത്തരം രംഗങ്ങളിലൂടെ അത് സ്ത്രീവിരുദ്ധമാണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കാം. അതുകൊണ്ട് ഗീതു മോഹൻദാസിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് രഞ്ജി പണിക്കറിന്റെ മോനായി കഴിഞ്ഞാൽ ഗീതു മോഹൻദാസ് അടക്കമുള്ള ആളുകൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ അങ്ങനെ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ കസബ എന്ന് പറഞ്ഞ അതേ സിനിമ വീണ്ടും റീമാസ്റ്റർ ചെയ്തിട്ട് 4K ക്വാളിറ്റിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഈ ഒരു ടോക്സിക് ഏറ്റവും ഫ്രഷ് സിനിമയാണ്. അവർക്ക് ഇങ്ങനെ ഇറക്കാമെങ്കിൽ കസബ വീണ്ടും റീമാസ്റ്റർ ചെയ്ത് ഇറക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഒരാൾക്ക് മാത്രം എല്ലാം കഴിയുക എന്നുള്ളതല്ലോ, എല്ലാവർക്കും അതൊക്കെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഏത് സ്ത്രീ വിരുദ്ധത പാടില്ല എന്നാണെങ്കിൽ അതാരും ചെയ്യാൻ പാടില്ല. ചിലർക്ക് മാത്രമൊക്കെ ചെയ്യാം. വിത്ത് ലൈസൻസ് ആസ് എ വിമൺ എന്ന രീതിയിലാണെങ്കിൽ, വിത്ത് ലൈസൻസ് ആസ് എ മെൻ എന്ന രീതിയിലൊക്കെ ആണുങ്ങൾക്ക് ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിയെ പറ്റി മിണ്ടിപ്പോകരുത്. എന്തായാലും അന്ന് സെയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാവം നടിയുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള നടിയുടെ എല്ലാ അവസരങ്ങളും കളഞ്ഞു കുളിച്ച ഒരാൾ കൂടിയാണ് ഈ ഒരു ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞ ആൾ എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നമ്മുടെ പാർവതി തിരുവോത്തിന് അത്ര നല്ല സിനിമകളൊന്നും നമ്മുടെ മലയാളത്തിൽ കിട്ടിയിട്ടില്ല, അവഗണിക്കപ്പെട്ടു. അത് മോശമായ കാര്യമാണ്. ഈ ഒരു മമ്മൂട്ടിയെ പറഞ്ഞു എന്നുള്ള സംഗതി വെച്ചിട്ട് അവരെല്ലാ സിനിമയിൽ നിന്നും കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മോശമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ തുടക്കം കുറിച്ചത് ഈ ഭാഗത്തുനിന്നായിരുന്നു. എന്നാൽ പിന്നെ എന്ത് വേണം? അങ്ങനെ തന്നാൽ ഇങ്ങനത്തെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എടുക്കുന്ന സിനിമകളൊക്കെ ഒരു വലിയ പ്രാധാന്യം നമ്മുടെ ഇവർക്ക് കൊടുക്കണം. കാരണം ആരെങ്കിലൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇടപെടാൻ കഴിയാവുന്ന സിനിമകളിൽ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഇടപെടാൻ കഴിയുന്ന സിനിമകൾ മുഴുവൻ ഒരു നല്ല കഥാപാത്രത്തെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയണം. ആർക്ക്? പാർവതി തിരുവോത്തിന്. അത് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും? ബൈ.